ഞാൻ പിന്നെ വന്ന് ഈ ആരോ സിറ്റിയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മനുഷ്യൻ. പെട്ടെന്ന് വോട്ട്. എടാ അനിയ, രാജു, എടാ. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എവിടെ നിന്ന് പോകുന്നു? ഇതാണ് എൻ്റെ കാറ്. ലംബോർഗിനിയും ഇന്നോവ, ഒരു ആൾട്ടോ കാറും. ഇതൊക്കെയാണ് എൻ്റെ കാറ്. നല്ല വലിയ കാറൊക്കെയാണ്. അത് നമുക്കൊന്ന് വെളിയിൽ പോവാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് കാറും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കും. ഞാൻ ആഗ്രഹം വെച്ച് വാങ്ങിയതാണ്. പിന്നെ ഇതെൻ്റെ പട്ടി ജർമ്മൻ ഷെപ്പേർഡാണ്. കണ്ട. പിന്നെ എനിക്കൊരു ഹെലികോപ്റ്ററുണ്ട്, ഒരു പൂളും ഉണ്ട്, സ്വിമ്മിങ് പൂള്. ഹെലികോപ്റ്റർ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇവിടെ കൂടെ ഒരു കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അല്ലെ ഗ്രൗണ്ട് പോലെയൊക്കെ. ഇവിടെ അങ്ങ് കയറാം. ഇവിടെയാണ് സ്റ്റെപ്പ് മുകളിൽ ഭാഗത്തോട്ട് പോകാനുള്ള. കയറി പൊട്ട് ചാടിപ്പോവാം. പിന്നെ ഇതാണ് ഞാൻ ഗെയിമൊക്കെ കളിക്കുന്ന റൂം. കണ്ട. ഇവിടെ ഒരു ജിമ്മ് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പെട്ടെന്ന് പോട്ട്. മുകളിലത്തെ ഫ്ലോറിലാണ് എൻ്റെ ഈ ഗെയിം കളിക്കുന്ന സെറ്റപ്പ്. ഇതാണ് എൻ്റെ ഏറ്റവും വില കൂടിയ സാധനം. ഇവിടെ തന്നെ ഈ വീട് മുഴുവനിൽ തന്നെ ഏറ്റവും വില കൂടിയ സാധനം ഈ ഹെലികോപ്റ്ററാണ്. വീട്ടിൻ്റെ അകത്ത് കയറി. പിന്നെ ഈ റൈറ്റ് ഭാഗത്താണ് എൻ്റെ റൂം. ഇവിടെയാണ് ഞാനും എൻ്റെ അനിയനും രാജുവും കൂടെ കിടക്കുന്നത്. പിന്നെ ആ ലാപ്ടോപ്പ് എൻ്റെ അനിയൻ്റെത്. മേളിലോട്ട് പോട്ട്. പിന്നെ അവിടെ നമുക്ക് കയറി നിൽക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഓട്ടോമാറ്റിക് കഥയൊക്കെയാണ്. അങ്ങ് കയറിയിരിക്കുക. ചുമ്മാ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും നമ്പർ അടിച്ചു എന്തിന് വരുമെന്ന് അറിയട്ടെ. മാജിക് ഫോണാണ് അത്. നോക്കട്ടെ എന്തിന് വരുമെന്ന്. ഒന്നും വന്നില്ല. ഒന്നും കൂടെ അഴിച്ചു നോക്കട്ടെ. ഇപ്പോഴും ഒന്നും വന്നില്ല. അപ്പോൾ ആ നമ്പറിനൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഉള്ള ഇപ്പം നല്ല മഴയൊക്കെ ഉണ്ട്. ഇത് ഡൈനിങ് ഹാള്. പിന്നെ ഇതാണ് എൻ്റെ മറ്റേ ഗെയിം കളിക്കുന്ന റൂം. ഇവിടെ തന്നെ ഒരു ജിമ്മുണ്ട്. 3 മോണിറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ജിമ്മിലൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത് ഓണമെന്നില്ല. ഇടിച്ചു നോക്കാം. ഓണായി. ഇപ്പോഴും ഓടി പെട്ടെന്ന് ഒരുപാട് കുറേ നാളെ അവർക്കൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കാലൊക്കെ ഇഴകുന്നു. പോവാൻ പിന്നെ ചെയ്യാം. അതാണ്ട് പിന്നെ ഒരു ഗ്രീൻ സോളിൻ്റെ കസേര, വോൾട്ടാസിൻ്റെ AC അതൊക്കെയാണ്. നമുക്ക് എന്തായാലും വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. നമുക്ക് ട്രിപ്പ് വല്ലതും പോയാൽ അവനെ വിളിക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ഇപ്പോൾ നല്ല മഴയല്ലേ. അവന് മഴ നനഞ്ഞ് അപ്പോഴേ പനി പിടിക്കും. അതുകൊണ്ട് അവൻ്റെ കാർ എടുത്തിട്ട് നമുക്ക് പോവാം. കുറേ നാളായി ലംബോർഗിനിയൊക്കെ കയറിയിട്ട്. അതുകൊണ്ട് ആൾട്ടോ എടുത്തുകൊണ്ട് പോവാം. നമുക്ക് എവിടെ പോകാം? റെയിൽവേ സ്റ്റേഷൻ പോവാം. റെയിൽവേ സ്റ്റേഷൻ വരെ പോവാം. തൊട്ട അടുത്ത റെയിൽവേ സ്റ്റേഷൻ പോകാൻ വേണ്ടി കാലിലെ മാപ്പിൽ എന്തിനും ഞാൻ സ്ഥലം അടിച്ചടയിട്ട്. ഓക്കെ. അവിടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത്. പെട്ടെന്നൊന്ന് പോകട്ട്. സ്വിമ്മിങ് പൂളിൽ വായത്തിനോടില്ല. ഇടിച്ച്. ഞാൻ അടുത്തില്ലല്ലേ. അടുത്തുണ്ടെങ്കിൽ എന്നെ ഇടിക്കും. ഈ ഗേറ്റ് എന്തിനാണ്? ഇറങ്ങുന്നതിന് മുമ്പേ അടയുന്നു. പെട്ടെന്നങ്ങ് പോകട്ട്. എനിക്ക് ഏത് സ്ഥലം വേണമെങ്കിലും പോവാം. ഇവിടുത്തെ റിച്ചസ്റ്റ് മനുഷ്യനായതുകൊണ്ട് എന്തിനു വേണമെങ്കിലും ചെയ്യാം. അതാണ്ട് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന കാർ ഷോറൂമിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ സൂപ്പർ കാറൊക്കെ മേടിച്ചത്. ആൾട്ടോ കാറും. ഇടിക്കരുത്. വണ്ടി ഇടിച്ചാലും പ്രശ്നമല്ല. ഇങ്ങോട്ട് 32 ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തരണം. അങ്ങനെയാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കയറാം. ഒന്നും പറ്റിയത്തില്ല. ട്രെയിൻ എടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കയറാം. അനിയൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ
എന്തിനാണ് എന്തോ എൻ്റെ കാര്യത്തിൽ നമുക്കങ്ങ് പോവാം. അയ്യോ ഇടിച്ച് പിന്നെ ഇടിച്ച് വണ്ടിക്കൊരു പ്രശ്നമില്ലല്ലോ, ഭാഗ്യത്തിനൊരു പ്രശ്നമില്ല. അയ്യോ വണ്ടി കുടുങ്ങിപ്പോയി. അയ്യോ പെട്ടാ എന്തിരി ഞാൻ പ്രോ ഡ്രൈവറായതുകൊണ്ട് സാരില്ല, എങ്ങനെ ഞങ്ങൾ പിടിച്ചെടുക്കുക. തേർഡ് ഗിയറിലിട്ട് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലിട്ട് വലിച്ചെടുക്കുക. പറ്റുന്നില്ല. ഇപ്പം എടുക്കും. ഇപ്പം എടുക്കും ഞാൻ. ഞാൻ വലിച്ചെടുത്ത് എങ്ങനെയൊക്കെ അമ്മച്ചി ഉരഞ്ഞ് കയറി വരുന്നു. ഇതെല്ലാം എൻ്റെ അനിയൻ കണ്ട എന്നെ പുതിയ കാർ മേടിച്ച് തരാൻ പറയും വൈദ്യുതി. അല്ല, പുതിയ കാർ എത്ര വേണമെങ്കിലും മേടിച്ച് കൊടുക്കും. പക്ഷേ നമുക്ക് ഈ വീടുകളുടെ ഇടയ്ക്കൊക്കെ പോവാം. നമ്മൾ കുറേ നേരം കൊണ്ട് റോഡിലിട്ട് വണ്ടി ഓടിക്കുന്നതിന് കുറച്ച് നേരം വീട്ടിലിട്ട് വണ്ടി ഓടിക്കുക. എന്നുവെച്ചാൽ ഈ വീടുകളുടെ സ്ഥലത്ത് കയറി വണ്ടി ഓടിക്കാമെന്ന്. അമ്മച്ചി മതിൽ ആരാണോ മതിൽ കൊണ്ട് വെച്ചാൽ അപ്പുറത്തെ വഴി കൂടെ ഇരുന്ന് കൊണ്ട് അവിടെ കൂടെ അങ്ങ് പോവാം. പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഇവിടെ കുറേ വീടുകളും കുറേ സൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇടിച്ചിട്ട ട്രെയിൻ. നമ്മുടെ വീട്. ഇടിച്ചില്ല ഇടിച്ചില്ല. ഇപ്പോഴും നിങ്ങൾ ഇടിച്ചിട്ടില്ല. പറഞ്ഞതേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് തന്നെ വന്നിങ്ങ് ഇടിച്ച് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇവിടെ കൊണ്ടിടാം. പിന്നെ ഇടിച്ച് കയറ്റി ഇടാൻ കേട്ടാ നമുക്ക്. അയ്യോയ്യാ എൻ്റെ ലംബോർഗിനി പോയി. കാര്യമില്ല, ഇവിടെ വയ്ക്കാൻ വണ്ടി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവട്ട്. എനിയാ രാജുവിനെ കാണുന്നില്ല. അറിഞ്ഞാണ് എന്തിനാടാ? ഇവിടെ വില്ലേജിലും ഫോറസ്റ്റിലൊക്കെ വെള്ളപ്പൊക്കം കയറി. അവിടെയൊക്കെ വെള്ളപ്പൊക്കമോ? പിന്നെ ഇത്രയ്ക്ക് മഴയാകുമ്പോൾ പിന്നെ വെള്ളപ്പൊക്കം കയറത്തില്ലേ? പോയി എങ്ങനെ ഞങ്ങൾ ഹെലികോപ്റ്റർ രക്ഷിക്കാൻ നോക്കാം. ഞാൻ പെട്ടെന്ന് വല്ല ഉടുപ്പിടട്ട്, പാൻറ് ഇടാം. ഷർട്ട് എന്തിനിടും? ഷർട്ട് ഇടുന്നതിന് മുമ്പ് ഷാളിടാം, എന്നിട്ട് ഷർട്ട് ഇടാം. അല്ലെങ്കിൽ വേണ്ട, ഷർട്ട് തന്നെ ഇടാം. ഷർട്ട് ഏതിടും? നമുക്ക് ക്യാപ്പും കൂടെ വയ്ക്കാം കേട്ടോ, മഴയില്ലേ. പിന്നെ പൊടി തട്ടാതിരിക്കാൻ മാസ്കും, പിന്നെ കണ്ണാടിയും, പിന്നെ ജാക്കറ്റ് ഇടാം. അതാണ് നല്ലത്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഹെലികോപ്റ്റർ എടുത്ത് അങ്ങ് പോവാം. പെട്ടെന്ന് പോവാം. ഇപ്പം സമയം എത്രയായി? നമുക്കൊന്ന് പോലീസിനെ ഒന്ന് വിളിച്ച് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട എമർജൻസിനെ വിളിക്കാം. അവരെടുക്കുന്നതുമില്ല. ഒരു അത്യാവശ്യ കാര്യത്തിന് അവരൊന്നും വരത്തില്ലെന്ന് നമ്മൾ തന്നെ പോകണം. എമർജൻസിയിൽ ചേർന്നിട്ടില്ല, എന്നാലും പോകണം. പണ്ട് ചേരാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല. നമുക്ക് അതൊക്കെ പറ്റി. നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോണം. പോട്ടെ. അതാണ് നമ്മുടെ ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ ഹെലികോപ്റ്റർ കയറിപ്പോവാം. ഹെലികോപ്റ്ററിലെ മാപ്പിൽ സ്ഥലം ഇടട്ട്. വില്ലേജ് കുറച്ച് ദൂരെ ഫോറസ്റ്റ് ഇടാം. അല്ല, ഫോറസ്റ്റിൽ ഒരു കത്തിക്കരിഞ്ഞ വീടേ ഉള്ളൂ. നമുക്ക് വില്ലേജ് ഇടാം. വില്ലേജിലാണ് കുറേ ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ തന്നെ ആദ്യം പോവാം. ഫോറസ്റ്റിൽ പോയിട്ട് കാര്യമില്ല, ഫോറസ്റ്റിൽ ആരുമില്ല, ഒരു കത്തിക്കരിഞ്ഞ വീട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല പ്രത്യേകിച്ച്. നമുക്ക് പോവാൻ കേട്ടോ, പെട്ടെന്ന് പോകണം. കൺട്രോൾ ചെയ്യാൻ പാടാ കുറച്ച്, കാരണം മഴയും കൂടെ അല്ലേ. അയ്യോ എന്താ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട്. എൻ്റെ കൈ നിൽക്കുന്നില്ല, കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട്. പക്ഷെ ഇതെന്താ അനങ്ങുന്നില്ലല്ലേ ഇത്? പക്ഷേ കൺട്രോൾ അനങ്ങി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ ഫ്യൂല് തീരാറ് പോയി. മിന്നലടിച്ച് ചീത്തായിപ്പോയി. എൻ്റെ സിഗ്നലൊക്കെ പോയി. ഇപ്പം എന്ത് ചെയ്യുക? അയ്യോ താഴോട്ട് ലാൻഡ് ആവണ്. എല്ലാവരും പറയുന്നോട് ഇപ്പോൾ ഇത് പൊട്ടിത്തെറച്ചൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. സോറി ചേട്ടാ. എന്തിനോടോ
ഹെലികോപ്റ്ററും വെച്ച് അവൻ കളിക്കാൻ വന്നേക്കുന്നു. സോറി ചേട്ടാ ഇവിടെ വില്ലേജിൽ പോകാനായിരുന്നു. അവന് ഹെലികോപ്റ്റർ എന്തിനാ പോണ? സോറി ചേട്ടാ. നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി കണ്ടെത്തണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ വണ്ടിയുണ്ട്, നോക്കട്ടെ. വാഗനർ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ബൈക്ക് എനിക്ക് വാഗനർ ചേട്ടാ. വാഗനർ ഓടിക്കുന്ന ചേട്ടാ. അതുകൊണ്ട് വാഗനർ ഓടിക്കുന്ന ചേട്ടൻ നിർത്തിയത്. നമുക്ക് ഈ ബൈക്ക് ഇപ്പോൾ കിട്ടും. ഇറങ്ങോട് കുത്താൻ. നമുക്ക് ഈ ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് പോവാം. പിടിച്ചത് ഈ കൊടും മഴയത്ത് എങ്ങനെയാണോ ട്രെയിനൊക്കെ ഓടിച്ചുകൊണ്ട് ഇത് ലോക്കോ പൈലറ്റിനെയൊക്കെ സമ്മതിക്കണം. നമുക്കിവിടെ ഇറങ്ങാം കേട്ടാ. തൊട്ടപ്പുറത്തല്ലേ വീട്, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ഇറങ്ങാം. ബോട്ട് ഇതെങ്ങനെ ഇത് തുറന്നിടക്കുന്ന? നമുക്ക് പോയി വണ്ടിയൊക്കെ എടുക്കാം കേട്ടാ. ലംബോർഗിനി എടുക്കൊണ്ട് പോകും. നമ്മൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. വേഗം പോയി എടുക്കാം കേട്ടാ. നമുക്ക് പെട്ടെന്ന് തുറക്കട്ട്. അയ്യോ ഇടിച്ചില്ല. പെട്ടെന്നാവാം. ഇടിച്ചില്ല. നേരത്തെ ഇടിച്ചില്ല, പക്ഷെ ഇപ്പം ഇടിക്കും. നമ്മുടെ വണ്ടി പ്രോറായിട്ട് ഡ്രൈവർ ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ തന്നെ. പോകാൻ നമുക്ക് പെട്ടെന്ന് പോകാൻ. അല്ലെങ്കിൽ വില്ലേജ് ഇപ്പോൾ വെള്ളത്തിലാവും. കുറേ ആൾക്കാരൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. അയ്യോ, ഒരു വണ്ടീനെ അടിച്ച് എൻ്റെ വണ്ടി എടുത്ത്. ഇനി എൻ്റെ ഒരു വാഹനം ചിലവാക്കണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം ഞാൻ. അത്രയും ഇത് പെട്ടെന്ന് കൊണ്ട്. അയ്യോ, ബസ് ഇടിക്കല്ലേ. ഇല്ല, ഓവർടേക്ക് ചെയ്തു. പെട്ടെന്ന് പോകാൻ നമുക്ക്. വണ്ടിയിലൊന്നും ഇടിക്കാതെ നമ്മളിപ്പോൾ പോകണം. അയ്യോ, എന്നെ ഇടിച്ച്. അയ്യോ, ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് ഇടിച്ചില്ല ട്രെയിൻ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ലംബോർഗിനി കത്തിക്കിടന്നാൽ. നമ്മൾ ഇതെത്താറായ കേട്ടാ. ഇവിടെ എന്തരാ വില്ലേജ് എത്താറായി. അവിടെ കുറേ വീടുകളുണ്ട്. അതാണ്ട് വില്ലേജ് എത്തി. നമുക്ക് ഇവിടെ കയറ്റിടാം. ഇവിടെ ഇടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടിച്ച് ഇരുന്ന്. ഹലോ മൂടി രക്ഷിക്കണോ? ചേട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അവിടെ ഒരു ചേട്ടൻ ഞാൻ വന്ന് കഴിക്കാനാണ് മോമ്പൊക്കെ. ഓക്കെ. പിന്നെ ഞാൻ ഇവിടുത്തെ കൃഷികൾ കാണിച്ചു തരാം. ഇവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി. അയ്യോ, ബോട്ട് ഹെലികോപ്റ്ററും തകർന്നു. പുതിയ ഹെലികോപ്റ്ററും വാങ്ങണം. കണ്ട, ഇതൊക്കെ കൃഷിയാണ് അവരുടെ. മിന്നലൊക്കെ അടിക്കുന്നത് കൊണ്ട് അങ്ങ് ദൂരെ കൃഷിയാണ് അവരുടെ. കാണാൻ പറ്റുന്നുണ്ടായെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളപ്പൊക്കം കാരണം മുങ്ങിപ്പോയി. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറാമായിരുന്നു. ചേട്ടൻ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് വണ്ടി എടുത്തുകൊണ്ടങ്ങ് എൻ്റെ വീട്ടിലോട്ട് തന്നെ പോവാം. നീ മാപ്പിൽ സ്ഥലം ഇട്ടു. എവിടെ എൻ്റെ വീട് എവിടെ? വീട് എവിടെ നിന്ന്? അതാണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ മാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബോട്ടാണ് വണ്ടി എടുത്ത്. ബാക്ക് എടുക്കട്ട്. ഇടിക്കരുത്. പഴങ്ങൾ ഇടിച്ചില്ലല്ലോ. ബാക്കി പെട്ടെന്ന് പോവാം. കണ്ട വെള്ളപ്പൊക്കം ഒന്നാണ്ട് പഴയ തെളിച്ചാണെന്ന്. ഇപ്പം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇത് ഓടിക്കുന്ന പോലെ ഉണ്ട്. അമ്മച്ചി, ഹമ്പ് പോലെ ഇത്. നമുക്ക് റോട്ടിലോട്ടങ്ങ് കയറാം കേട്ടാ. അപ്പുറത്തെ വശത്ത് നമ്മുടെ റോഡ്. ഒട്ടൊന്ന് കയറാം. ഓക്കെ, കയറിയിട്ടുണ്ട് നമ്മൾ. ഇതൊന്ന് നോക്കി. മഴ ഇതുവരെയും തീർന്നിട്ടില്ല. ഇതിലാണോ എന്തോ. അയ്യോ, അമ്മച്ചി ഇടിച്ച്. അയ്യോ, ചേട്ടനെ ഇടിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ഒന്നും പോലീസ് ഇറങ്ങത്തില്ല ഇപ്പോഴൊന്നും. പണ്ടൊരു പോലീസ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് വന്നാല. അതാണ്ട പോലീസ് വണ്ടി. അത് പോലീസ് വണ്ടിയല്ലേ? മുകളിൽ
സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ നിൽപ്പുണ്ടടാ, അവനെയും കൂടെ രക്ഷിക്ക്. ഓ ചേട്ടാ, ഞാൻ ഇങ്ങോട്ടൊക്കെ തിരിയും. അപ്പോൾ അവിടെ ഏത് വീട്ടിലാണെന്ന് പറയണേ. ഓ ഓ, എൻ്റെ വില്ലേജിന് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ഞാൻ രക്ഷപ്പെട്ടില്ല. ബാക്കിയുള്ളവരുടെ നേരത്തെ രക്ഷപ്പെട്ടു. ഓ ചേട്ടാ, ഇവിടെ എവിടെയാണ് ഈ സ്ഥലത്ത്? അയ്യോ, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ചേട്ടാ. സോറി മോളെ, സോറി. ഏത് വീട് എവിടെ വേണ്ട? ഈ ഒരു വീട്. ഓക്കെ. ആ, നമുക്കൊന്ന് പോയി ചേട്ടാ കയറി ചേട്ടാ. മുന്നേ അവൻ കയറി കേറിയാ. പക്ഷേ ഇത്രയും പെട്ടെന്ന് കയറി. അടുത്തോട്ട് പോവാം. രണ്ട് ചേട്ടന്മാരും എൻ്റെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, കാറി ഇരിപ്പുണ്ട്. പോലീസൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നില്ല, എന്തിനാണോ എന്തോ. നമുക്കങ്ങ് പെട്ടെന്ന് പോകാൻ കേട്ടാ. പോലീസ് വണ്ടി വേറെ ഒന്നും കാണുന്നില്ലല്ലോ, വേറെ ഒരു പോലീസ് വണ്ടിയും കാണുന്നില്ല. നമുക്കങ്ങനെ ചെന്നോ. എൻ്റെ വീടെത്തി. തുറന്ന് പിന്നെ അടച്ച് തുറക്ക് ജനലുമില്ലല്ലോ, തുറന്ന് ചേച്ചേ. വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടിടാൻ കേട്ടാ. ചേട്ടാ അങ്ങ് അകത്ത് കയറി വന്നാ ചേട്ടാ. മോനെയോ, ഞാൻ ഇപ്പം അകത്തോട്ട് വരും. ചേട്ടന്മാരകത്ത് കയറി വരാമെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും എമർജൻസി നമ്പറിലോട്ടൊന്ന് വിളിച്ചേക്കാം. വിളിക്കണോ? വിളിക്കണ്ട. വന്ന് ഞാനുണ്ടാകൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെട്ട പിന്നെ നല്ലത്. ചേട്ടാ ഓക്കെ. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.